കൂട്ടുകാരെ, ഏപ്രിൽ മാസം 22 ആ ദിവസത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? എർത്ത് ഡേ ആയി ആചരിക്കുന്ന ദിവസമാണ് ഏപ്രിൽ 22. പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഏപ്രിൽ 22. 1970 മുതലാണ് എർത്ത് ഡേ ആയി നാം ആചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ അതിനും എത്രയോ നാളുകൾക്ക് മുൻപ് ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനോട് കരുതലും സ്നേഹവും ഉണ്ടായിരുന്ന ദൈവത്തെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ സൃഷ്ടികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആരാണ് ആകാശത്തെ ഉണ്ടാക്കിയത്? ആരാണ് മരങ്ങളെ ഉണ്ടാക്കിയത്? മൃഗങ്ങളെ, അരുവികളെ എല്ലാം ഉണ്ടാക്കിയത് ദൈവമാണ്. ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ ദൈവം ആകാശത്തെയും ഭൂമിയെയും സൂര്യനെയും നക്ഷത്രത്തെയും മൃഗത്തെയും മനുഷ്യനെയും ഉണ്ടാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി 1:31 വാക്യത്തിൽ ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചതിന് ശേഷം അവയെല്ലാം നോക്കി താൻ സൃഷ്ടിച്ചത് എല്ലാം നല്ലതെന്ന് കണ്ടു. അതുമാത്രവുമല്ല ദൈവം ചെയ്തത്. ഉൽപ്പത്തി 2:15 വാക്യത്തിൽ ആദാമിനോടും ഹവ്വയോടും ഈ പ്രപഞ്ചത്തെ സൂക്ഷിക്കുവാനും അവരെ ഏദേൻ എന്ന തോട്ടത്തിൽ ആക്കി കരുതുവാനും പരിപാലിക്കുവാനും അവരെ നിയമിച്ചു. പ്രിയ കൂട്ടുകാരെ, ദൈവം നമ്മോട് പറയുന്നത് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനാണ്. എങ്ങനെയൊക്കെ നമുക്ക് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട് കഴിയും? വെള്ളം ദൈവം നൽകിയിരിക്കുന്ന ഒരു ദാനമാണ്. വെള്ളം പാഴാക്കാതെ അത്യാവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നാം കാണുന്നിടത്ത് വേസ്റ്റ് വലിച്ചെറിയുന്ന ആളായിരിക്കാം, പക്ഷേ ആ സ്ഥലത്തും വേസ്റ്റ് ബിൻ കാണും. എന്നാൽ നാം അതിൽ ഇടാറില്ല. വേസ്റ്റ് ബിന്നിലിട്ട് ഈ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് കഴിയും. മരങ്ങൾ നട്ടുപിടിപ്പിച്ച് മരങ്ങൾക്ക് വെള്ളമൊഴിച്ച് പക്ഷികളെയും മൃഗങ്ങളെയും സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ച് ഈ പ്രപഞ്ചത്തെ കാത്തു പരിപാലിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി അർപ്പിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. പുതിയ നിയമത്തിൽ കർത്താവും പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മലമുകളിലേക്ക് കയറി പ്രാർത്ഥിക്കുന്ന കർത്താവ്, പടകിലിരുന്ന് ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കർത്താവ്, കടലിന്റെ മുകളിലൂടെ നടക്കുന്ന കർത്താവ്. അതുമാത്രവുമല്ല, കർത്താവ് പറയുന്ന ഉപമകളിൽ പക്ഷികളെയും മൃഗങ്ങളെയും കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പുരുഷാരത്തെ ഉപദേശിക്കുന്നത് പക്ഷികളെ കുറിച്ചാണ്. ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. ഇങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും ചെടികളെ കുറിച്ച് പ്രസംഗിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത കർത്താവും പ്രപഞ്ചത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം ഈ പ്രപഞ്ചത്തെ കരുതുക, പരിപാലിക്കുക എന്നതാണ്. ചെടികൾ നട്ട് ചെടികൾക്ക് വെള്ളമൊഴിച്ച് ഈ പ്രപഞ്ചത്തെ കരുതുവാനായിട്ട് നമുക്ക് കഴിയും. നല്ലതുപോലെ വരും തലമുറകൾക്കായി കൈമാറുവാനായിട്ട് നമുക്ക് കഴിയണം. ഏപ്രിൽ 22 സൗമദിനമായിട്ട് നാം ആഘോഷിക്കുമ്പോൾ വേദപുസ്തകം നൽകുന്ന വചനങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം.